ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടക്കുന്നു. പൊതുസമ്മേളനം ജോസഫ് പാംപ്ലാനി ഉദ്ഘാടനം ചെയ്യും. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, പ്രതിഷേധ പ്രകടനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ദിവ്യ, പ്രതിഷേധ പ്രകടനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിലാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ വിപുലമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അങ്കമാലി കിഴക്കേപ്പള്ളിയുടെ മുറ്റത്ത് നിന്ന് വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും അടങ്ങുന്ന ആയിരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധ പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രതിഷേധ പ്രകടനമായി അങ്കമാലി ടൗൺ ചുറ്റി അങ്കമാലി സെന്റ് ജോസഫ് സ്കൂൾ അങ്കണത്തിലേക്ക് എത്തുവാനാണ് ഈ പ്രതിഷേധത്തിന്റെ ഒരു സംഘാടനം തീരുമാനിച്ചിരിക്കുന്നത്. വിപുലമായ പ്രതിഷേധ പരിപാടി ഉണ്ടാകും. ഏതാണ്ട് 1000-ലധികം വിശ്വാസികൾ ഈ പ്രകടനത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തിൽ അതിരൂപത മാർ ജോസഫ് പാംപ്ലാനി ഉദ്ഘാടന പ്രസംഗം നടത്തുന്നത് പാംപ്ലാനിയാണ്. മുൻപ് നമുക്കറിയാം BJP അനുകൂലമായ പല നിലപാടുകളും എടുത്ത് ശ്രദ്ധിക്കപ്പെട്ട പുരോഹിതൻ കൂടിയാണ് മാർ ജോസഫ് പാംപ്ലാനി എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ കൂടി ഒരു പങ്കാളിത്തം ഈ പരിപാടിയിൽ ശ്രദ്ധേയമാണ് എന്നുള്ളതാണ്. ചരിത്രം ഉറങ്ങുന്ന കിഴക്കേപ്പള്ളിയുടെ മുറ്റത്ത് നിന്ന് വലിയ വിപുലമായ പ്രതിഷേധ പരിപാടികളുമായി മുൻപോട്ട് വരികയാണ് എറണാകുളം അങ്കമാലി അതിരൂപത എന്നുള്ളതാണ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വാസത്തിൻ്റെയും സഞ്ചാരത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിനു മേലുള്ള കടന്നുകയറ്റമാണ്. അതിന്മേൽ കന്യാസ്ത്രീമാരെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടിയാണ് നടക്കുന്നത്. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള 9 ഫെറോനകളിൽ നിന്നായി 200 പള്ളികളിൽ നിന്നുള്ള ഏതാണ്ട് 2000-ഓളം ജനങ്ങൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അണിനിരക്കുന്നുണ്ട് എന്നാണ് രൂപത അധികൃതർ ഈ ഘട്ടത്തിൽ അവകാശപ്പെടുന്നത്. ഞാനിപ്പോൾ ഈ പ്രതിഷേധ പരിപാടി ഈ പള്ളിക്ക് മുമ്പിൽ നിന്ന് ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് അരമണിക്കൂർ പിന്നിടുകയാണ്. ഇപ്പോഴും ആ നിര അവസാനിച്ചിട്ടില്ല എന്നുള്ളത്. വലിയ ജനപങ്കാളിത്തമാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി അങ്കമാലിയിൽ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം ക്രൈസ്തവ സഭകൾ ഈ അറസ്റ്റുമായി, കന്യാസ്ത്രീമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഇപ്പോൾ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലേക്കുള്ള പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് തന്നെ കടക്കുവാൻ ക്രൈസ്തവ സഭകൾ തീരുമാനിച്ചതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. വലിയ ജനപങ്കാളിത്തമാണ് പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്നതെന്നും ശ്രദ്ധേയമാണ്. ഇത് സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടയാണ്. ക്രൈസ്തവരായിട്ടുള്ള ആളുകളോട് നേരെയുള്ള സംഘപരിവാറിന്റെ നിലപാട് കൂടിയാണ് കന്യാസ്ത്രീമാരുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതിഫലിക്കുന്നത് എന്ന നിലപാടാണ് ഈ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും കന്യാസ്ത്രീമാരുടെ മോചനം എന്നുള്ളതാണ് പ്രതിഷേധ പരിപാടികളുടെ പ്രധാന അജണ്ടയായി മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിഷേധങ്ങളിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ദിവ്യ. യെസ്, ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. വിവരങ്ങളാണ് മുഹമ്മദ് ആഷിഖ് നൽകിയത്.